ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിന് വേണ്ടി ബ്രസീൽ ഇപ്പോൾ ഇക്കഡോറിൽ എത്തിയിട്ടുണ്ട്. ബ്രസീലിൽ 2 ദിവസം ട്രെയിനിങ് നടത്തിയിരുന്നു. കൊറിന്ത്യൻസിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് ട്രെയിനിങ് നടത്തിയതിന് ശേഷമാണ് ഇക്കഡോറിൽ ഇപ്പോൾ ബ്രസീൽ എത്തിയിട്ടുള്ളത്. ഏതായാലും ബ്രസീലിയൻ ക്യാമ്പിലെ വിശേഷങ്ങൾ ഇപ്പോൾ മാർക്കീഞ്ഞോസ് പങ്കുവച്ചിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടി വന്നതിൻ്റെ മാറ്റം ഇപ്പോൾ കാണാനുണ്ട്. ഒരു പുതിയ എനർജി ടീമിനകത്ത് കൈവന്നിട്ടുണ്ട് എന്നാണ് മാർക്കീഞ്ഞോസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആഞ്ചലോട്ടി വന്നപ്പോഴുള്ള മാറ്റം തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു പുതിയ എനർജിയാണ് അദ്ദേഹം ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പുതിയ ഒരു അനുഭവമാണ്. വേൾഡ് കപ്പിന് ഇനി കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എനർജി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് മാർക്കീഞ്ഞോസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് സമയം മാത്രമാണ് ബ്രസീലിനെ വേൾഡ് കപ്പിന് വേണ്ടി ഒരുക്കുന്നതിനായി ലഭിച്ചിട്ടുള്ളത്. ജൂൺ 6-ാം തീയതി പുലർച്ചെയാണ് ഇക്കഡോറും ബ്രസീലും തമ്മിലുള്ള ഒരു മത്സരം നടക്കുക. അതിനുശേഷം പരാഗ്വെയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. പിന്നീട് സെപ്റ്റംബറിൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. ചിലിയും ബൊളീവിയയുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. അതിനുശേഷം സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീലിനെ കാത്തിരിക്കുന്നത്. പിന്നീട് അടുത്ത വർഷം ജൂൺ മാസത്തിലാണ് ബ്രസീൽ വേൾഡ് കപ്പിന് വേണ്ടി എത്തുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.